ഓഗസ്റ്റ് മാസം 3-ാം തീയതി ഞായറാഴ്ച രാവിലെ സഹദേവൻ നിങ്ങളെ കണ്ടു എന്നതിന് ജോർജ് കുട്ടി മറുപടി പറഞ്ഞില്ല. ഞാൻ മറുപടി പറഞ്ഞിട്ട് എന്ത് കാര്യം സാർ? അതെന്താ? എന്നോട് സഹദേവനുള്ള ദേഷ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ എന്ത് പറഞ്ഞാലും സഹദേവൻ അംഗീകരിക്കില്ല. സഹദേവന്റെ അംഗീകാരത്തിന് വേണ്ടിയല്ല, എനിക്ക് സത്യം അറിയാനാ ചോദിച്ചത്. എങ്കിൽ പറയാം സാർ, സഹദേവൻ എന്നെ കണ്ടു എന്ന് പറയുന്നത് ഒന്നുകിൽ അയാൾ കളവ് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് ആള് മാറിപ്പോയതായിരിക്കും. കാരണം ഓഗസ്റ്റ് 2-ാം തീയതി ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ ഓഗസ്റ്റ് 3-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 5 മണി വരെ ഞാനും എന്റെ കുടുംബവും തൊടുപുഴയിലായിരുന്നു സാർ. ഇല്ല സാർ, എനിക്ക് ഉറപ്പാ. ഞാൻ അന്ന് കണ്ടത് ഇയാളെ തന്നെയാ. 2-ാം തീയതി ഇവിടുന്ന് പോയത് മുതൽ 3-ാം തീയതി തിരികെ വന്നതുവരെയുള്ള കാര്യങ്ങൾ ഒന്ന് വിശദമായിട്ട് പറയാമോ? പറയാം സാർ. 2-ാം തീയതി രാവിലെ 5:30 മണിക്കുള്ള ബസ്സിലാ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടത്. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ മഴയുണ്ടായിരുന്നു അല്ലേ? ഉവ്വ് സാർ, നല്ല മഴയായിരുന്നു. മഴ നനഞ്ഞ റാണിക്കും പിള്ളേർക്കും പനിയും ജലദോഷവും പിടിച്ചു. 3-4 ദിവസം പിള്ളേരുടെ ക്ലാസ്സും പോയി കിട്ടി. ഇങ്ങനെ എല്ലാ ബില്ലുകളും എടുത്ത് വെക്കുന്നതിൽ തന്നെ എന്തോ ദുരുദ്ദേശം ഇല്ല സാറേ. ബസ് ടിക്കറ്റ് വരെ സൂക്ഷിച്ചു വെക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. വരവും ചെലവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. എല്ലാ മാസാവസാനവും ഈ ബില്ലെല്ലാം എടുത്ത് കൂട്ടി നോക്കും, അധിക ചെലവ് എവിടാന്ന് കണ്ടുപിടിക്കാൻ.